ദൈവത്തിന് സ്തോത്രം. മത്തായി 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായ്കയാലും രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ജോസഫ് നീതിമാനും സാത്വികനും ദൈവിക മനസ്സാക്ഷിയുള്ളവനും ആയിരുന്നു. അതുകൊണ്ട് മറിയാമിനെ അപമാനിതയാക്കാൻ ആഗ്രഹിച്ചില്ല. ദാമ്പത്യബന്ധത്തിൽ ഇടർച്ചകളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുമ്പോൾ വൈകാരികമായി പ്രതികരിച്ച് പ്രതികാരം ചെയ്യുന്ന പങ്കാളികളാണ് കൂടുതലും. ദാമ്പത്യ പ്രതിസന്ധികളിൽ നിഷേധ മനോഭാവങ്ങൾക്ക് കീഴടങ്ങുന്നതിന് പകരം ശാന്തതയോടെ ക്ഷമാപൂർവം പ്രതികരിക്കാൻ ദമ്പതികൾ തയ്യാറാകണം. വികാരം വിവേകത്തെ മറികടക്കുമ്പോൾ അബദ്ധങ്ങളും അപകടങ്ങളും തിരുത്തുവാൻ കഴിയാത്ത വീഴ്ചകളുമൊക്കെ സംഭവിക്കും. സൂക്ഷിക്കണം. ദൈവമുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ട ദാമ്പത്യബന്ധത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ വളരെ ആലോചിച്ചും സൂക്ഷിച്ചുമൊക്കെ വേണം. വിവാഹത്തിനു മുമ്പ് ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിക്കുക മാത്രമായിരുന്നു ജോസഫിന്റെ ചിന്തയിലുള്ള ഏക പോംവഴി. എന്നാൽ മറിയയെ ഉപേക്ഷിക്കുവാനുള്ള ജോസഫിന്റെ തീരുമാനം ദൈവത്തിന് സ്വീകാര്യമായിരുന്നില്ല. ദാമ്പത്യ പ്രതിസന്ധികളിൽ ദൈവത്തിന് പല പരിഹാര മാർഗങ്ങളുണ്ട്. വഴിപിരിയൽ മനുഷ്യന്റെ അപക്വ തീരുമാനവും ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധവുമാണ്. ദൈവം ഇടപെട്ട് കാര്യങ്ങളുടെ പിന്നിലെ കാരണങ്ങളും വസ്തുതകളും ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം നീതിമാനും ദൈവഭക്തനുമായതുകൊണ്ട് ദൈവം നൽകിയ ഉപദേശം സ്വീകരിച്ചു. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ മറിയാമിനെ ഭാര്യയായി സ്വീകരിച്ചു. മിഥ്യാഭിമാനക്കാരും സംശയരോഗികളും സാഡിസ്റ്റ് മനോഭാവക്കാരുമായ ജീവിത പങ്കാളികൾ സ്വന്തം തീരുമാനത്തിൽ കർക്കശമായി ഉറച്ചു നിൽക്കും. നിരപരാധിത്വം വെളിപ്പെടുത്തിയാലും അത് അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ല. ദൈവത്തിന് മാത്രമേ ഇവരുടെ ഹൃദയ കാഠിന്യവും അന്ധതയുമൊക്കെ നീക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവവുമായുള്ള ബന്ധം കഴിഞ്ഞാൽ മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും സുദൃഢവും ആത്മഹർഷമുണർത്തുന്നതുമായ സൗഹൃദമാണ് ദാമ്പത്യ ബന്ധം. വ്യത്യസ്ത കാഴ്ചപ്പാടും വ്യക്തിത്വശൈലിയുമുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ചുള്ള ദാമ്പത്യം വിജയകരമാക്കാൻ ദൈവകൃപയും ത്യാഗപൂർണമായ സമർപ്പണവുമൊക്കെ അത്യാവശ്യമാണ്. ദാമ്പത്യ പ്രതിസന്ധികൾക്ക് പിന്നിലെ പ്രധാന കാരണം സ്വാർത്ഥ മനോഭാവമാണ്. ദമ്പതികൾ സ്വന്തം താൽപ്പര്യങ്ങൾക്കും നിർബന്ധങ്ങൾക്കും സുഖങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ പ്രതിസന്ധികൾ ആരംഭിക്കും. ജോസഫും മറിയാമും ഏറ്റെടുത്ത നിയോഗം പൂർത്തിയാക്കാനും യേശുക്കുഞ്ഞിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും വേണ്ടി നടത്തിയ ത്യാഗപൂർണമായ സഹനജീവിതവും കോംപ്രമൈസുമൊക്കെ
എല്ലാ ദമ്പതികളും മാതൃകയാക്കേണ്ടതാണ്. വിവാഹജീവിതം ഒരു ദൈവവിളിയും നിയോഗവുമാണ്. അതിൽ തീർച്ചയായും വെല്ലുവിളികളുണ്ട്. ശക്തനാക്കുന്നവൻ മുഖാന്തരം ശക്തരായി തീർന്നാൽ മാത്രമേ ദമ്പതികൾക്ക് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. ദാമ്പത്യ പങ്കാളികൾക്ക് കുടുംബസ്ഥനായ പത്രോസ് അപ്പോസ്തലൻ നൽകുന്ന ഉപദേശങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിയാണ്. അതുകൊണ്ട് അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഫിലിപ്പിയ ലേഖനത്തിലെ പൗലോസപ്പോസ്തലന്റെ ഉപദേശത്തിന് ദമ്പതികൾ കീഴ്പ്പെടുമെങ്കിൽ ദാമ്പത്യ പ്രശ്ന പരിഹാരത്തിന് മധ്യസ്ഥരുടെയും കോടതിയുടെയും ഒന്നും ഇടപെടൽ ആവശ്യമാവില്ല. 2-ാം അധ്യായം. മത്സരമോ മിഥ്യാഭിമാനം മൂലമോ ഒന്നും നിങ്ങൾ ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താൽപ്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താൽപ്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. എന്താണ് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം? ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ദൈവം ഭരമേൽപ്പിക്കുന്ന ധന്യമായ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില ത്യാഗങ്ങൾക്ക് രണ്ടുപേരും തയ്യാറാകണം. മീഡിയ പ്രചരിപ്പിക്കുന്ന ദാമ്പത്യത്തെപ്പറ്റിയുള്ള അതിശയോക്തി കലർന്ന മിഥ്യാസങ്കല്പങ്ങൾ പരസ്പര ത്യാഗസമർപ്പണത്തിന് തടസ്സമാണ്. മണവാട്ടി സഭയ്ക്കു വേണ്ടി ക്രിസ്തു സ്വന്തം പ്രാണനെ സമർപ്പിച്ചതുപോലെ ദമ്പതികൾ പരസ്പരം സമർപ്പിക്കുകയാണെങ്കിൽ സ്നേഹം ഡിമാൻഡ് ചെയ്ത് പിടിച്ചു വാങ്ങേണ്ടി വരില്ല. എല്ലാം സഹിക്കുന്ന സ്നേഹം ജീവിത പങ്കാളിക്ക് കൊടുത്താൽ എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടും. ദൈവം ജോസഫിന്റെ അടുക്കൽ ദൂതനെ അയച്ച് തെറ്റുധാരണകൾ നീക്കി. പ്രതിസന്ധികൾ വരുമ്പോൾ ദമ്പതികൾ പരസ്പരം മുറിവേൽപ്പിച്ച് അകന്നു പോകാതെ യോഗ്യതയും പരിശുദ്ധാത്മാ നിറവുമുള്ള ക്രിസ്ത്യൻ കൗൺസിലറുടെ സഹായം തേടേണ്ടത് ആവശ്യമാണ്. അത് കാര്യങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്താനും ദാമ്പത്യ റോളുകളെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനും ദൈവിക കാഴ്ചപ്പാടിലേക്ക് വഴി നടത്താനുമൊക്കെ സഹായിക്കും. ദാമ്പത്യ സൗഹൃദത്തിന്റെ ശത്രുവായ സാത്താൻ
വഴി പിരിക്കാൻ ശ്രമിക്കുമ്പോൾ കൗൺസിലറും കാര്യസ്ഥനുമായ പരിശുദ്ധാത്മാവിന് ഇടപെടാൻ അവസരം കൊടുക്കണം. അപ്പോൾ അനുരഞ്ജനത്തിൻ്റെ വഴിയിലേക്ക് അവൻ നടത്തും. ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന ദാമ്പത്യ സൗഹൃദയാത്ര മരണം വരെ സെലിബ്രേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന ഉപദേശമാണ് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ദമ്പതികൾക്ക് നൽകുന്നത്. വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിൽ നിറഞ്ഞവരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ദൈവേഷ്ടം അറിയുവാനും ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കുവാനും ദമ്പതികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും സ്വയം സമർപ്പിക്കുന്നതും ശീലമാക്കണം. അപ്പോൾ ശക്തനാക്കുന്നവൻ മുഖാന്തരം ശക്തരാക്കപ്പെടും. ഓരോ ദാമ്പത്യത്തിലും ദൈവം ആരംഭിച്ച നിയോഗം അവൻ അനുഗ്രഹകരമായി പൂർത്തിയാക്കും. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാൻ അമിത ബലം തരും. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, തിരുകുടുംബത്തിൻ്റെ മേൽ ചൊരിഞ്ഞ കൃപയും അനുഗ്രഹങ്ങളും എല്ലാ ദമ്പതികളിന്മേലും സമൃദ്ധമായി ചൊരിയണമേ. ദൈവം ഭരമേൽപ്പിക്കുന്ന ദാമ്പത്യ നിയോഗത്തിൽ പൂർണ്ണ സമർപ്പണ മനോഭാവമുള്ളവരായി തീരാൻ ദമ്പതികളെ പരിശുദ്ധാത്മവരങ്ങളാൽ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുയേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ. പി. ജോർജച്ചൻ.